Good morning, my dear children. Happy Children's Day wishes to each and every one of you. Normally, we used to celebrate November 14th with great enthusiasm and spirit in our school campus. But unfortunately, due to COVID-19 pandemic this year, we are forced to restrict our celebrations through virtual platform. Thank God we stay connected through virtual platform even during this tough time. As always, this year also your teachers are here with some beautiful programs for entertaining you, showing our love and affection towards each one of you. And we do believe that you are the one who add meaning to the life of every teacher. And as Pandit Ji believed, we too believe that our children have the capability and power to lead our nation from the forefront in the near future. And we do believe that our nation, its culture, and its principles are safe in your hands. Once again, I wish you a very happy Children's Day. Thank you. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സ്നേഹനിധിയായ ചാച്ചാജിയെക്കുറിച്ച് ഓർക്കുന്ന ഈ ദിവസം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അലഹാബാദിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം അദ്ദേഹം തൻ്റെ ജോലിക്കിടയിൽ കടന്നു വരികയാണ്. ധാരാളം കുട്ടികൾ അവിടെ കൂടി നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറ് വന്ന സമയത്ത് കുട്ടികളെല്ലാം അദ്ദേഹത്തിനെ കണ്ട സന്തോഷത്തിൽ ഓടി വരികയാണ്, ചാച്ചാജി എന്ന് വിളിച്ചിട്ട്. കുട്ടികളെ കണ്ടപ്പോൾ അദ്ദേഹം ജോലി തിരക്കൊക്കെ മറന്നു. അദ്ദേഹം കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കുട്ടികളെല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് ഒരുപാട് സമയം തമാശകൾ പറഞ്ഞ് കുറേ സംസാരത്തിനിടയിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കളിയും, പഠനത്തോടൊപ്പം കളിയും വേണം. നിങ്ങൾ കഴിയുന്നത്ര ദൂരം നടക്കണം, പ്രകൃതിയെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
അതിനെ സംരക്ഷിക്കണം നിങ്ങൾ. നിങ്ങൾ പൂമ്പാറ്റകളെ നോക്കാറില്ലേ? നമ്മുടെ ഭൂമിയിലെ പറക്കുന്ന മഴവില്ലുകളാണവർ. ഒരുപാട് സംസാരത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ കുട്ടികളോടായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെടാനുണ്ടോ? എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടോ എന്നോട്? കുട്ടികളൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. അവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. എന്തു പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ കൂട്ടത്തിൽ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി ചാച്ചാജിയോട് പറഞ്ഞു, ചാച്ചാജി, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ നന്നായിട്ട് മഴ കൊള്ളാറുണ്ട്. ഞങ്ങൾക്ക് മഴ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴ കൊണ്ട് വെള്ളത്തിലൊക്കെ കളിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം നനഞ്ഞ് നാശമായിട്ടുണ്ടാവും. അതിനെന്തെങ്കിലും ഒരു പോംവഴി വേണം. അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ചാച്ചാജി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു. അലഹാബാദിലെ സ്കൂളിലേക്ക് ഒരു പാഴ്സൽ വന്നിരുന്നു. കൂടെ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. കത്ത് വായിച്ചിട്ട് അന്ന് ചാച്ചാജിയെ കാണാൻ പോയ കുട്ടികളെല്ലാം വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം നനഞ്ഞ് നാശമായിട്ടുണ്ടാവും. അതിനെന്തെങ്കിലും ഒരു പോംവഴി വേണം. അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ചാച്ചാജി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു. അലഹാബാദിലെ സ്കൂളിലേക്ക് ഒരു പാഴ്സൽ വന്നിരുന്നു. കൂടെ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. കത്ത് വായിച്ചിട്ട് അന്ന് ചാച്ചാജിയെ കാണാൻ പോയ കുട്ടികളെല്ലാം അദ്ദേഹം വിളിപ്പിച്ചു. എന്നിട്ട് ഈ പാഴ്സൽ കവർ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതിനകത്ത് എന്താണെന്നറിയോ? ഇത് പ്രധാനമന്ത്രിയുടെ ഒരു സമ്മാനമാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? കുട്ടികൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, ഇത് റെയിൻകോട്ട് ആവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ചാച്ചാജിയോട് പറഞ്ഞിരുന്നു. തുറന്നു നോക്കി റെയിൻകോട്ടായിരുന്നു. കുട്ടികൾക്ക് വളരെ സന്തോഷമായി. ഈ ചെറിയൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കണമെന്നും സംരക്ഷിക്കണമെന്നും വരാൻ പോകുന്ന തലമുറയുടെ സമ്പത്താണത്, നിങ്ങളതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണെന്നും മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം. വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാതെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഭാഷക്കുമെല്ലാം അപ്പുറം സ്നേഹവും സാഹോദര്യവുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നമ്മളിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സമ്പാദിക്കുന്ന ആളുകളാവാതെ ഇതുപോലെ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള നല്ലവരായ ഭരണാധികാരികളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ മഹാമനുഷ്യനെ ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. A warm good morning to one and all. My special wishes to all my dear children on this very special day, a day that is dedicated to you. I'm delighted to wish you all a very happy Children's Day. As we all know, November 14th is the birth anniversary of Pandit Jawaharlal Nehru, the first Honorable Prime Minister of independent India. Jawaharlal Nehru always believed that it is only the children who have the power to make India the greatest nation. Nation blossoms when children blossom. That means children are the real source behind the development of the nation. So it is you children who have to shoulder the responsibility of uplifting the nation. As it is said that today's children are tomorrow's citizens, and the responsibility of making our country proud is on your shoulders, for which you should be educated, you should possess good knowledge, you should be very creative, and so on.
During this pandemic situation, we always blame, saying that we are not able to go to school, we cannot visit our friends and relatives, we cannot go for an outing. But have you ever thought that we have enough time to do many things? You can utilize this time fruitfully by creating some hobbies in you, doing some creative work, by reading to gain knowledge, where knowledge can be on your fingertips. Children, I think the situation, you are really lucky that you are staying with your parents who love you, who care you, and who guide you. I can just tell you that this childhood is a golden period in your life. Enjoy it to your fullest. And besides all this, I would request you to be a good human being. Once again, I wish you a happy Children Day. Thank you. बच्चे मन के सच्चे, बच्चे मन के सच्चे, सारे जग की आँख के तारे, ये वो नन्हे फूल है जो भगवान को लगते प्यारे, बच्चे मन के सच्चे। जाए फिर हम जोली बन जाए, झगड़ा जिसके साथ करे अगले ही पल फिर बात करे, झगड़ा जिसके साथ करे अगले ही पल फिर बात करे, इनका किसी से बैर नहीं, इनके लिए कोई गैर नहीं, इनका बोलापन मिलता सबको बाह पसारे, बच्चे मन के सच्चे, सारी जग के आँख के तारे, ये वो नन्हे फूल है जो भगवान को लगते प्यारे, बच्चे मन के सच्चे। इंसान जब तक बच्चा है तब तक समझ का कच्चा है, जो जो उसकी उम्र बढ़े मन पर झूठ का मैल चढ़े, क्रोध बढ़े नफरत घेरे, लालच की आदत घेरे, बचपन इन पापों से हटकर अपनी उम्र गुजारे, बच्चे मन के सच्चे, सारे जग की आँख के तारे, ये वो नन्हे फूल है जो भगवान को लगते प्यारे, बच्चे मन के सच्चे। तन कोमल मन सुंदर है, बच्चे बड़ों से बेहतर है, इनमें छूत और छात नहीं, झूठी जात और पात नहीं, भाषा की तकरार नहीं, मजहब की दीवार नहीं, इनकी नजरों में एक है मंदिर मस्जिद गुरुद्वारे, बच्चे मन के सच्चे, सारी जग की आँख के तारे, ये वो नन्हे फूल है जो भगवान को लगते प्यारे, बच्चे मन के सच्चे, सारे जग की आँख के तारे, ये वो नन्हे फूल है जो भगवान को लगते प्यारे, बच्चे मन के सच्चे, बच्चे मन के सच्चे।
Happy Children's Day to all dear children. Good morning to all. First of all, I wish you a very happy Children's Day and happy Deepavali. Sweetest period of anyone's life is their childhood. When I was a student, Children's Day used to be one of the most awaited day because our teacher conduct many programs like cultural programs, games, and sometimes one day outing like picnic, and teachers distribute sweets to show their love. One of the Children's Day program, our teacher asked one question to us: what is the importance of celebrating Children's Day? And we told it's because of fun, or we no need to carry books, or we can wear colored dress. And teacher told that it is celebrating to create awareness of the rights of children, care and education. I want to add one more thing. If you carry your childhood with you, you will never become older. Thank you, children. Jawaharlal Nehru was the first Prime Minister of India. India progressed by leaps and bounds under his leadership. Pandit Nehru loved children and he was called Chachaji by children. He enjoyed the company of children and his birthday is celebrated as Children's Day. Today, I'm going to recite one of his all-time favorite poems, Stopping by Birds on a Snowy Evening by Robert Frost. It is said that the last 4 lines of this poem were found on a scrap of paper on the desk of Indian Prime Minister Pandit Jawaharlal Nehru when he died. Stopping by Woods on a Snowy Evening. Whose woods these are, I think I know. His house is in the village though. He will not see me stopping here to watch his woods fill up with snow. My little house must think it queer to stop without a farmer's near, between the woods and frozen lake, the darkest evening of the year. He gives his harness bells a shake to ask if there is some mistake. The only other sounds the sweep of easy wind and downy flake. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. Thank you.